നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ 2 നേരം വരും. ഒന്ന് നല്ല നേരം, 2 മോശം നേരം. എന്തൊക്കെയാ? ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ്. നല്ല സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരിക്കലും ഓവർ കോൺഫിഡൻ്റ് ആവരുത്. അതുപോലെ മോശ സമയം വരുമ്പോൾ ഒരിക്കലും ഓവർ നെഗറ്റീവും ആകരുത്. ഓവർ കോൺഫിഡൻറ്റും ആവരുത്, ഓവർ നെഗറ്റീവും ആവരുത്. ഇപ്പം എന്താ പ്രശ്നം? ഒരു നല്ല സെയിൽ നടക്കുന്നു, നെക്സ്റ്റ് ഡേ വീട്ടിൽ പുതിയ കാർ വരുന്നു. ആഹാ, ഒരു സെയിൽ അഡ്വാൻസ് കിട്ടി, പിറ്റേന്ന് രാവിലെ പുതിയ കാർ, ഭാര്യയ്ക്കൊരു വള, എവിടുന്നെങ്കിലും കുറച്ച് കാശ് അങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കിന് ലക്ഷറിയിലേക്കൊരു ചാട്ടമാണ്. അപ്പോൾ ഒരു തോന്നൽ, ഈ മൊബൈൽ അത്ര പോരാ, കുറച്ചുകൂടെ കാശ് വരുമ്പോഴേ ഭാര്യ അത്ര പോരാ, ഇങ്ങനെ പല പല തോന്നൽ. വീടത്ര പോരാ, കാർ അത്ര പോരാ, ഓഫീസ് അത്ര പോരാ, ചെയർ അത്ര പോരാ. കുറച്ച് കാശ് വരുമ്പോഴത്തെ ആദ്യത്തെ ചിന്ത അത്ര അങ്ങോട്ട് പോരാ. നിങ്ങളല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. 8 കൊല്ലം അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അതിനുശേഷം ഞാൻ എന്ത് പഠിച്ചു? സേവിങ്സ് പഠിച്ചു. എങ്ങനെ സേവ് ചെയ്യണമെന്ന ഹാബിറ്റ് ഞാൻ എന്നിൽ ഉണ്ടാക്കി. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് എൻ്റെ ICICI ബാങ്കിലാണ്. എൻ്റെ ICICI ബാങ്കിൽ വരുന്ന, കായംകുളം ICICI ബാങ്ക്, എൻ്റെ കമ്പനിയുടെ അല്ലേ, എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്ന എത്ര രൂപ വന്നാലും 2018 മുതൽ അതിൻ്റെ 10% ഇൻഡസിൻഡ് ബാങ്കിൽ മായയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഇന്നത് ഓൾമോസ്റ്റ് 3,86,00,000 രൂപ കിടപ്പുണ്ട്. അൺടച്ച്ഡ്, തൊട്ടിട്ടില്ല. അവർ വിളിക്കും, ഇൻഡസിൻ്റെ നിന്ന് വിളിക്കും, സാറേ നമുക്കത് FDയിലോട്ട് മാറ്റാം. ഒന്നും മാറ്റണ്ട സാറേ, ഇൻഫ്ലേഷൻ, വെറുതെ പോവും പൈസ. എന്താ സംഭവം? അതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല നോക്കുന്നത്, അത് ശരിക്കും എനിക്ക് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇന്നുണ്ടല്ലോ അതിൻ്റെ പവറുണ്ടല്ലോ. ചുമ്മാ ഇരിക്കുമ്പോൾ ഈ ബാങ്കിലൊക്കെ ചെന്നിട്ട് പറയണേ, നമ്മുടെ അക്കൗണ്ട് എന്നാ തുടങ്ങിയ? സാറേ അത് 2013. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു ടോട്ടൽ എന്തായാലും പറയുക അക്യുമുലേറ്റഡ് എമൗണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇതുവരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ട് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ യൂസഫ് അലിക്ക് 2ാമതായി പോകും. കാരണം അതിനും വേണ്ടി കാശുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. എവിടെ പോയി അതറിയും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കിയ പൈസ എത്രയാണെന്ന് നോക്കിക്കേ. എന്നിട്ട് അത് ഇന്നുണ്ടായിരുന്നെങ്കിൽ, അത് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളൊരു മില്യണയർ അല്ലേ? സംശയമുണ്ടോ? അങ്ങനെ ആണെങ്കിൽ ഇവിടെ എത്ര മില്യണേഴ്സ് ഇരിപ്പുണ്ടെന്ന് കൈവക്കിക്ക്. 8,35,00,000 രൂപ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളവരൊന്ന് കൈവക്കിക്ക്. ഓ അയ്യോ, എവിടെ പോയി? സേവിങ്സ് എന്ന ഹാബിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളായിട്ട് നശിപ്പിച്ചു. അപ്പോൾ ഈ നിങ്ങൾ ആ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഇരിക്കുന്ന പുള്ളിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച്. അങ്ങേർക്ക് മിണ്ടാനറിയാത്തതുകൊണ്ട് ഇല്ല, പുളിച്ച തെറി വിളിച്ചേനെ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി രക്ഷപ്പെടാനുള്ളതൊക്കെ അങ്ങേര് തന്നു. അത് നീ കൊണ്ടുപോയി വെള്ളത്തിൽ കളഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിരിക്കുക. വല്ലതും തരണേ. അങ്ങേര് ചിരിക്കുക നിങ്ങളെ നോക്കി. കാരണം എന്താ? ശരിയാണോ? നിങ്ങളുണ്ടാക്കിയ പൈസയൊക്കെ എവിടെ?